അതിലാർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ കത്തുകളും അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകളുടെ കൃത്യമായ പരിശോധനയുമെല്ലാം പോലീസ് മാത്രമല്ല ജനങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും തുറന്ന പുസ്തകം പോലെ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടഞ്ഞുപോയ പശ്ചാത്തലത്തിലാണ് ആത്മഹത്യയിലേക്ക് സ്വന്തമല്ല മകനെയും ഒന്നും അദ്ദേഹവും ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് എന്നത് അതിദാരുണമായ ഒരു സംഭവമാണ്. കേസ് CPM സംബന്ധിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടെങ്കിൽ അവരെ പേരിൽ കുറ്റം ചുമത്തി കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, ജയിലിലിടുക, ഇതൊക്കെയല്ലേ അവരുടെ പണി ഇപ്പോൾ സ്ഥിരമായിട്ട്. നമസ്കാരം. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയിൽ IC ബാലകൃഷ്ണൻ MLA ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ, ഗോപിനാഥ്, PV ബാലചന്ദ്രൻ എന്നിവരെയും പോലീസ് പ്രതി ചേർത്തു. പ്രതികൾക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തിട്ടുള്ളത്. NM വിജയന്റെയും മകന്റെയും ആത്മഹത്യ കൊലപാതകം എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ആരോപണം. നിരപരാധികളെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് നേതൃത്വമാണ്. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. എന്നാൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയത് രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ പ്രതികരണം. അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കേസ് നിയമപരമായി നേരിടുമെന്നും ND അപ്പച്ചൻ പറഞ്ഞു. NM വിജയന്റെ കുടുംബത്തെ KPCC അന്വേഷണ സമിതി കണ്ട ശേഷം സംഭവത്തിൽ പോലീസ് കേസെടുത്തതിൽ ദുരൂഹതയുണ്ട് എന്നാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത്. കോൺഗ്രസ് നേതാക്കൾക്ക് കുരുക്കുമുറുകുന്നോ എന്നാണ് ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് ഷംസാദ് മരക്കാർ, ശ്രീ KM ഫ്രാൻസിസ് DYFI നേതാവ്, ശ്രീ KPO റഹ്മത്തുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ എന്നിവർ ആണ്. ആദ്യം ശ്രീ ഷംസാദ്, ഇപ്പോഴിതാ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൃത്യമായൊരു ആത്മഹത്യാക്കുറിപ്പും KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയും അല്ലെങ്കിൽ കത്തും പുറത്തു വരുമ്പോൾ അതിൽ പേരുള്ളവർ, വളരെ കൃത്യമായി ആത്മഹത്യ ചെയ്തവർ എഴുതി വെച്ച പേരുകൾ ഉള്ളവർ, അവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാൽ അതിനെ എങ്ങനെയാണ് അത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന് പറഞ്ഞു തള്ളിക്കളയാൻ കോൺഗ്രസിന് സാധിക്കുക? ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് താങ്കൾ നേരെ ചാനൽ തുടങ്ങുമ്പോൾ കാണിച്ചത് DCC പ്രസിഡന്റ് ശ്രീ ND അപ്പച്ചന്റെ ബൈറ്റാണ്. അതെ, അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട് നിയമപരമായി കേസിനെ നേരിടും, നിയമത്തിന്റെ മുമ്പിൽ നിന്ന് ആരും ഒളിച്ചോടാൻ ശ്രമിക്കുകയില്ല എന്നുള്ളത് തന്നെയാണ് ഒന്ന്. ശരി. രണ്ട്, ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി. അത് ഇന്നലെയാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത്. അതിൽ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ കാര്യവും താങ്കൾ കോട്ട് ചെയ്തിട്ടാണ് ചർച്ച തുടങ്ങിയത്. ഇന്നലെ KPCCയുടെ ഉപസമിതി വയനാട്ടിൽ വരികയും ആ കുടുംബത്തെ കാണുകയും കുടുംബത്തിനോടൊപ്പം അവരുടെ വിഷയങ്ങൾ കേൾക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്ത് ആ കുടുംബവും KPCC ഉപസമിതിയിലെ ആളുകളും ഒരുമിച്ച് മാധ്യമ പ്രവർത്തകരെ കാണുമ്പോൾ അവർ പറഞ്ഞൊരു വാക്കുണ്ട്, ഈ പാർട്ടി അവർക്ക് വിശ്വാസമാണ്, ഇവർ പാർട്ടി പറയുന്നത് വിശ്വസിച്ച് നിൽക്കുന്നു എന്ന് പറയും. അവിടെ നിന്നാണ് ഈ ദ്രുതഗതിയിലുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം ആ കത്ത് പോലീസിന്റെ കയ്യിലുണ്ട്, 4 ദിവസത്തോളമായി പോലീസിന്റെ കയ്യിലുണ്ട്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്, അതിനകത്ത് അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് പറയാം. ശരിയാണ്. ഇപ്പൊ ഇന്നലെ വൈകുന്നേരം ആത്മഹത്യാ പ്രേരണ കുറ്റം ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ചുമത്തുമ്പോൾ ആരുടെയെങ്കിലും മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണോ ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റം? അവിടെയാണ് ശ്രീ ഷംസാദ്, പോലീസിന് അതിൻ്റെതായ ഒരു സംവിധാനമുണ്ടല്ലോ. ഇപ്പോൾ KPCC ഈ വിഷയത്തെ അന്വേഷിക്കുന്നുണ്ടോ അന്വേഷിക്കുന്നില്ലയോ, അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം ബാധകമാകുന്ന ഒരു വിഷയമാണ്. താങ്കൾ തന്നെ ഒന്ന് ഓർത്തു നോക്കൂ, ഈ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ട എത്രയോ വിഷയങ്ങളുണ്ട്. രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുമ്പോൾ CPIM എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്താണ്? സ്വന്തമായ ഒരു കോടതി സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നു, ആ കോടതിയിൽ വിധിയെഴുതുന്നു, ആ കോടതി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നു. ഈ CPIMന്റെ നേതാക്കൾക്ക് നേരെ ലൈംഗികാധിക്ഷേപവുമായി ബന്ധപ്പെട്ട പരാതികൾ പാർട്ടിക്കകത്ത് ലഭിക്കുമ്പോൾ അന്നും കോൺഗ്രസ് പറയുന്ന ഒന്ന്, ഇത് പാർട്ടി കോടതികളാണോ തീരുമാനിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് എന്നുള്ളതാണ്. KPCCയുടെ അന്വേഷണം അവിടെ നടക്കട്ടെ, അത് സംഘടനാപരമായ കാര്യമാണ്. പോലീസിന് KPCC അന്വേഷിക്കുന്നത് കൊണ്ട് ഞങ്ങൾ അന്വേഷിക്കുന്നില്ല,
ഞങ്ങൾ വകുപ്പുകൾ ചുമത്തുന്നില്ല, അങ്ങനെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ പറ്റുമോ? പോലീസ് അത് പരിശോധിച്ച് അവിനാഷ്, പറയൂ. താങ്കൾ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാവുന്നതേ ഉള്ളൂ. പോലീസും കോടതിയും ഒക്കെ ഉണ്ട്. CPM-ന്റെ അന്വേഷണവുമായുള്ള വ്യത്യാസം എന്താണ്? CPM-ന്റെ അന്വേഷണത്തിൽ CPM-ന്റെ കോടതി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അന്വേഷണങ്ങളിൽ പാർട്ടി അന്വേഷണം മാത്രമേ ഉണ്ടാവാറുള്ളൂ, പോലീസ് നടപടികൾ ഉണ്ടാവാറില്ല. മണ്ണാർക്കാടിലെ ലൈംഗിക അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് പാർട്ടി അന്വേഷിച്ചു, പോലീസിൽ പരാതിയുണ്ടോ? പോലീസിൽ പരാതിയില്ല. ഇവിടെ അതാണോ? ഇവിടെ ഞങ്ങൾ എന്താ പറഞ്ഞത്? പാർട്ടി അന്വേഷിക്കുന്ന എന്തുകൊണ്ടാണ്? പാർട്ടിക്ക് മുമ്പിൽ വന്ന ഒരു പരാതി പാർട്ടി അന്വേഷിച്ച് പാർട്ടിയുടെ നിലപാട് സ്വീകരിക്കും, അതിൽ തർക്കമില്ല. പക്ഷെ ഞങ്ങൾ ഒരിക്കലും ഇതിനകത്ത് പോലീസ് അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് അന്വേഷണം നടത്തരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസ് അന്വേഷണത്തോട് സഹകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ, സത്യസന്ധവും സുതാര്യവുമായിരിക്കണം എന്നുള്ളതാണ്. ഇനി താങ്കൾ പറഞ്ഞല്ലോ KPCC അന്വേഷണ സമിതി വന്നതിന് ശേഷം ഇത് വളരെ പെട്ടെന്ന് കേസെടുത്തതിന്റെ ഒരു കാര്യം പറയാം, ഞങ്ങൾക്കുള്ള സംശയം പറയാം. അതിന്റെ തലേ ദിവസം പോലീസിന്റെ അന്വേഷണ ചുമതലയുള്ള DYSP ശ്രീ അബ്ദുൽ ഷെരീഫിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങളിലും ചാനലുകളിലും ഒരു വാർത്തയുണ്ട്. എന്താണ് ആ വാർത്ത? ഈ കത്തുമായി ബന്ധപ്പെട്ട് കോടതിയുടെ അനുമതിയോടുകൂടി ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നതും അതിൽപ്പെട്ട ആളുകളുടെ മൊഴിയെടുക്കുന്നതിനെ കുറിച്ച് പോലീസ് ആലോചിക്കുകയുള്ളൂ എന്നാണ്. ആ നടപടി പൂർത്തിയാക്കാതെ ഈ കുടുംബത്തെ ഞങ്ങളുടെ നേതാക്കന്മാർ സന്ദർശിച്ചു മടങ്ങിയ ഉടനെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമ്പോ ഈ ഫോറൻസിക് പരിശോധന ഇവർ നടത്തിയോ? ഇവര് കോടതിയിൽ അനുമതി തേടിയോ? തേടിയിട്ടില്ല. അത് തേടുമെന്ന് പറയുകയും തലേ ദിവസം ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് പറയുന്ന കത്ത്, എന്നാൽ 4 ദിവസമായി കത്ത് കയ്യിലുണ്ടല്ലോ. ഇത് താങ്കൾ പറഞ്ഞ വാദം ഞാൻ അംഗീകരിക്കാം, പോലീസിന് അതിൻ്റെതായ സമയമുണ്ട്. ആ സമയത്തിനിടയിൽ പോലീസ് എന്തിനാണ് പിന്നെ ഫോറൻസിക് പരിശോധന ആവശ്യമുണ്ട് എന്നും കോടതിയുടെ അനുമതിയോട് അത് ചെയ്യുമെന്നും മാധ്യമങ്ങളെ അറിയിച്ച് തൊട്ടടുത്ത ദിവസം വൈകുന്നേരത്തോടു കൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം. ഇനി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി, ഇതിനകത്ത് പ്രതികളെ 1, 2, 3 അവര് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് 2 കത്താണല്ലോ താങ്കൾ പറഞ്ഞത് അല്ലെ? ഒന്ന് മകൻ എഴുതിയ കുറിപ്പും ഒന്ന് നേതാക്കന്മാർക്ക് എഴുതിയ കത്തും എന്ന് പറയുന്നത്. ഈ 2 കത്തിലുമുള്ള വൈരുദ്ധ്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോൺഗ്രസിന്റെ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതിന് ചില മാധ്യമങ്ങൾ വിലക്കെടുക്കുന്നില്ല, ചില മാധ്യമങ്ങൾ അതിനെ കളിയാക്കുകയും ചെയ്തു. ഞാൻ ഇപ്പോഴും പറയുന്നു, നേതാക്കന്മാർക്ക് എഴുതിയ കത്തിനകത്ത് അദ്ദേഹത്തിന് വിജയേട്ടനോടൊപ്പം മരണപ്പെട്ട ശ്രീ ജിജീഷിന്റെ അർബൻ ബാങ്കിലെ നഷ്ടപ്പെട്ട ജോലി സ്ഥിരപ്പെടുത്താൻ അങ്ങയുടെ ഭാഗത്തുനിന്ന് ശ്രമം ഉണ്ടാകണമെന്നാണ് ആ കത്തിലുള്ളത്. എന്നാൽ അദ്ദേഹം മകൻ എഴുതിയ കത്തിൽ ഇളയ മകനായ ജിജീഷിനെയും ഞാൻ എന്നോടൊപ്പം കൂട്ടുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരുമിച്ച് എഴുതിയതാണെങ്കിൽ ഇതിനകത്ത് വൈരുദ്ധ്യം താങ്കൾക്ക് തോന്നുന്നുണ്ടോ? താങ്കൾക്ക് ഇതിനകത്തൊരു വൈരുദ്ധ്യം തോന്നുന്നുണ്ടോ? മരിക്കാൻ മകനെ കൂട്ടി മരിക്കാൻ തീരുമാനിച്ച വിജയേട്ടൻ മകന്റെ അർബൻ ബാങ്കിലെ ജോലി സ്ഥിരപ്പെടുത്തണമെന്ന് നേതാക്കന്മാരോട് പറയുന്നതിലുള്ള വ്യത്യാസമാണ് ചൂണ്ടിക്കാണിച്ചത്. അതിന് വല്ലാത്ത രീതിയിൽ ഈ വിശ്വാസമില്ല, കത്തിലെ ആളുകൾ വിശ്വാസമില്ല എന്ന് പറഞ്ഞു വലിയ രീതിയിൽ സൈബർ ബുള്ളിങ് നടന്നു CPM-ന്റെ ഭാഗത്ത് നിന്ന്. ഞാൻ ചോദിച്ചു, താങ്കൾക്ക് അതിനകത്ത് എന്തെങ്കിലും തരത്തിലെ ഒരു അവ്യക്തത ഫീൽ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാത്രം. അത്തരം കാര്യങ്ങൾ പരിശോധനയിലൂടെ തെളിയണം എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ. അത് തെളിഞ്ഞതിന് ശേഷം പോലീസിന്റെ അന്വേഷണത്തെ ആവശ്യപ്പെട്ട് വയനാട് പോലീസ് SP-ക്ക് ആദ്യം കത്ത് കൊടുത്തത് IC ബാലകൃഷ്ണൻ അല്ലേ? ഇതിനകത്ത് എല്ലാ അന്വേഷണത്തെയും സ്വാഗതം ചെയ്തത് കോൺഗ്രസ് പാർട്ടിയല്ലേ? ഇതിനകത്ത് അന്വേഷണത്തോട് സഹകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ അങ്ങനെയെങ്കിൽ പിന്നീട് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുമ്പോൾ അതിനെ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗം എന്ന തരത്തിൽ പറയേണ്ട എന്ത് സാഹചര്യമാണുള്ളത്? അതല്ല ഇപ്പൊ ഇത്ര നേരം താങ്കൾക്ക് ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? ഫോറൻസിക് പരിശോധന നടത്തുമെന്നും കോടതിയുടെ അനുമതിയോടുകൂടി കത്തിന്റെ ഫോറൻസിക് പരിശോധന പൂർത്തിയാക്കിയിട്ടേ മൊഴിയെടുക്കലും പ്രതി ചേർക്കലും ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തു എന്ന് പറയുന്ന DYSP 24 മണിക്കൂർ കൊണ്ട് ഇതൊന്നും ചെയ്യാതെ ഈ കുടുംബത്തെ ഞങ്ങൾ സന്ദർശിച്ച് കുടുംബം ഞങ്ങളോടൊപ്പം നിൽക്കുമെന്ന് സ്റ്റേറ്റ്മെന്റ് പറയുന്നതോടുകൂടി ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തുന്നുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഫ്രാൻസിസ്, അതാണ് ഒരു ഭാഗത്ത് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു ഇത് രാഷ്ട്രീയ പ്രേരണയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന്. KPCCയുടെ സമിതി സന്ദർശനം നടത്തിയതിന് തൊട്ടു പിന്നാലെ ഇങ്ങനെ വകുപ്പുകൾ ചുമത്തുന്നതിൽ ദുരൂഹതയുണ്ട് എന്ന് ആ സമിതിക്ക് നേതൃത്വം നൽകുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്നു. അങ്ങനെയാണോ ഇപ്പോൾ പോലീസ് മുന്നോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് നേരത്തെ തന്നെ ഈ കത്തുകൾ ഉണ്ടായിരുന്നിട്ടും ഇത്തരം വകുപ്പുകൾ ചുമത്താൻ പോലീസ് തയ്യാറാകാതിരുന്നത്? അല്ല, ഇവിടെ കോൺഗ്രസിന്റെ ഒരു ഗതികേടെ നമ്മൾ കഴിഞ്ഞ ദിവസം News 18 ഫ്ലോറിൽ ഇരുന്നുകൊണ്ട് കോൺഗ്രസില് പ്രധാനമായും കോൺഗ്രസിന്റെ പ്രതിനിധി വാദിച്ചത് എന്തുകൊണ്ട് നിങ്ങൾ FIR-നകത്ത് ഈ പറഞ്ഞ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പേര് വന്നിട്ടില്ലല്ലോ, എന്തേ നിങ്ങൾക്ക് പേര്
അവിടെ വരാത്തത് അത് തെളിവില്ലാത്തതുകൊണ്ടല്ലേ? ഇന്നിപ്പം പേര് വന്ന സമയത്ത് നേരെ തിരിച്ച് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ ഒരു ഗതികേട്, ആരെയൊക്കെ ഇപ്പൊ പ്രതി ചേർത്തിക്കിട്ടിരിക്കുന്നത്? ഒന്ന്, നിലവിൽ കോൺഗ്രസിന്റെ MLA-യും അതുപോലെ തന്നെ മുൻ DCC പ്രസിഡന്റുമായിരുന്ന IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ND അപ്പച്ചൻ. എന്റെ അറിവ് ശരിയാണെങ്കിൽ 1992 മുതൽ 2001 വരെ ജില്ലയിലെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിരുന്ന ആളാണ് ND അപ്പച്ചൻ. അതിനുശേഷം IC ബാലകൃഷ്ണൻ 2017 മുതൽ 2021 വരെ, പിന്നീട് വീണ്ടും ND അപ്പച്ചൻ. അതായത് കഴിഞ്ഞൊരു 20-30 വർഷ കാലഘട്ടം ജില്ലയിലെ കോൺഗ്രസിന്റെ നേതൃത്വമായി നിന്ന ജില്ലയിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വമായി നിന്ന ആളുകളെയാണ് ഇതിനകത്ത് പ്രതി ചേർത്തിരിക്കുന്നത്. ജില്ലയിലെ കോൺഗ്രസിന്റെ തന്നെ ഈ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. ഇവിടെ പ്രധാനമായും DYFI ഈ വിഷയത്തിനകത്ത് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസ്സുകാർ നാഴികയ്ക്ക് 40 വട്ടം ധാർമ്മികത പറയുന്നുണ്ടല്ലോ. ഇവിടെ മുൻപുള്ള നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച സമയത്ത് പല വിഷയങ്ങളും പറഞ്ഞു. എന്താണ് ഇവിടെ വ്യക്തമായ തെളിവ് സഹിതം മുൻ DCC പ്രസിഡന്റും ഇപ്പോൾ MLA-യുമായിരിക്കുന്ന IC ബാലകൃഷ്ണൻ, അതുപോലെ തന്നെ ഇപ്പത്തെ DCC പ്രസിഡന്റ് ആയിട്ടുള്ള ND അപ്പച്ചന് ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ നേതൃത്വത്തിനെതിരെ വ്യക്തമായ തെളിവ് പുറത്തു വന്ന് അവരെ FIR-ന്റെ ഭാഗമായി അവരെ പ്രതി ചേർക്കപ്പെട്ടിട്ട് പോലും എവിടെ പോയി ഇവരുടെ ധാർമ്മികത? ഇപ്പൊ ധാർമ്മികതയൊന്നും ഇല്ലേ? അപ്പൊ ആ ധാർമ്മികതയെല്ലാം മറന്നുപോയോ? ഇവരുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇവരുടെ അടുത്തേക്ക് വരുമ്പോൾ ധാർമ്മികത അവസാനിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞു, എന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി, ഈ കത്തിലെ ഒരു വ്യക്തതയുമായി ബന്ധപ്പെട്ട കാര്യം. ഒരൊറ്റ വിഷയത്തെ കോൺഗ്രസിന്റെ സുഹൃത്ത് ഇവിടെ സൂചിപ്പിച്ചത്, അതിനകത്ത് വ്യക്തതയില്ലാണ്. വ്യക്തമായ കുറെ കാര്യങ്ങളില്ല അഭിലാഷേ, എത്രയോ വ്യക്തമായ. അപ്പൊ ആ വ്യക്തമായ മുഴുവൻ കാര്യങ്ങളും അംഗീകരിച്ചുകൊണ്ടാണ് ഒരൊറ്റ കാര്യത്തെ മാത്രം ഷംസാദ് ചൂണ്ടിക്കാണിക്കാൻ. തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ നമ്മൾ തന്നെ ഈ കത്തുമായി ബന്ധപ്പെട്ടും അതിലെ വരികളും ഒക്കെ ചർച്ച ചെയ്തത് കൊണ്ടാണ് ഞാൻ ആ വരികളിലേക്ക് വീണ്ടും പോകാത്തത്. അപ്പോഴും ശ്രീ ഫ്രാൻസിസ്, ഇവിടെ ഒരു ചോദ്യം ഉയരുന്നുണ്ടല്ലോ, എന്തുകൊണ്ടാണ് പോലീസ് ഇത്രയും വൈകിയത് എന്ന്. താങ്കൾ ഈ പറയുന്നത് പോലെ FIR-ൽ ഉൾപ്പെടെ പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ കുറ്റം ചുമത്താൻ വൈകി. അതാണല്ലോ ഇപ്പോൾ കോൺഗ്രസിന് പിടിവള്ളിയായി മാറുന്നത്. അതിൽ പിടിച്ചാണല്ലോ തൂങ്ങുന്നത്. നമ്മളൊരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട പ്രൊസീജിയറിനെ കുറിച്ച് അറിയാത്ത ആളുകളൊന്നും നമ്മള്. ആദ്യം ഒരു ആത്മഹത്യാ ശ്രമം ഉണ്ടായത്, പിന്നീടാണ് അവിടെ മരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യ ശ്രമത്തിന്റെ ഭാഗമായി ആത്മഹത്യാ ശ്രമത്തിനകത്ത് തന്നെ ഒരു FIR ഇടും. നമ്മുടെ ഇവിടുത്തെ നിയമപ്രകാരം ആത്മഹത്യാ ശ്രമം എന്ന് പറയുന്നത് തന്നെ കേസാണ്. പിന്നീടാണ് മരണം ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ടും ആദ്യഘട്ടത്തിൽ FIR ഇടുന്നു. ഇത് പിന്നീടാണ് ഈ കത്ത് പുറത്തു വന്നിട്ട് ആ കുറഞ്ഞ ദിവസമല്ലേ ആയിട്ടുള്ളൂ. യഥാർത്ഥത്തിൽ ആത്മഹത്യാ ശ്രമത്തിന് ശേഷം 10ാം ദിവസമാണ് കത്ത് പുറത്തു വരുന്നത്. അപ്പൊ ഘട്ടം ഘട്ടമായാണ് ഇതിന്റെ പുതിയ തെളിവുകൾ പുറത്തു വരുന്നതും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ പോലീസിന് മുമ്പാകെ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ടുള്ള തെളിവിന്റെ ഭാഗമായി പുതിയ പ്രതികളെ ചേർക്കുക എന്നുള്ളത് ഒരു കേസ് അന്വേഷണത്തിന്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള നടപടിക്രമമാണ്. തീർച്ചയായും അതാണ് ശ്രീ KP റഹ്മത്തുള്ള. ഇവിടെ ഇതാ ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്തിട്ട് ദിവസങ്ങളായി. അവിടെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തുകൊണ്ട് നടപടി വൈകി എന്ന ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് താൽക്കാലികമായി ഇപ്പോൾ കോൺഗ്രസിനെതിരെ പ്രതിരോധിക്കുമ്പോഴും ആ പ്രതിരോധം അത്ര ശക്തമാണോ? ഈ കത്തും അതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുള്ള ആത്മഹത്യാക്കുറിപ്പും, ഒരു വ്യക്തി മരണത്തിലേക്ക് തയ്യാറെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയൊന്നും എനിക്ക് റീഡ് ചെയ്യാനൊന്നും സാധിക്കില്ല. അവിടെയാണ് നേരത്തെ ഷംസാദ് മരക്കാർ ചോദിച്ച ചോദ്യത്തോട് ഞാൻ കൂടുതൽ പ്രതികരിക്കാതിരുന്നത്. കൂടുതൽ വ്യക്തത വരുത്തേണ്ടത് അന്വേഷണ സംഘമാണ്. പക്ഷേ ഈ വിഷയം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതായിരുന്നു എന്നത് വളരെ വ്യക്തമാണല്ലോ. അതുകൊണ്ടാണല്ലോ സമിതി സന്ദർശനം നടത്തിയതിനു ശേഷം ആ കുടുംബത്തിന്റെ ബാധ്യതയടക്കം ഏറ്റെടുക്കുമെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകുന്നുണ്ടല്ലോ. NM വിജയൻ KPCC പ്രസിഡന്റ് K സുധാകരൻ എഴുതിയ ഒരു കത്തും അതനുസരിച്ച് KPCC നേതൃത്വം അന്ന് ശക്തമായ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ NM വിജയൻ മരണപ്പെടുകയില്ലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. CPM-ഉം കോൺഗ്രസും മുട്ടാപ്പോക്ക് നയങ്ങൾ പറഞ്ഞ് ഇപ്പോൾ തർക്കിക്കുന്നതിൽ കാര്യമില്ല. സാധാരണ കോൺഗ്രസ് പ്രവർത്തകനല്ല NM വിജയൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. SI സെലക്ഷൻ കിട്ടിയിട്ട് അതുപോലും റദ്ദാക്കി കോൺഗ്രസ് നേതൃത്വത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന പാർട്ടിയാണ്. മാത്രമല്ല വയനാട് ജില്ലയിലെ പാർട്ടി പ്രവർത്തകരോട് ഈ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും പരിഹാരമില്ലാത്തപ്പോഴാണ് അദ്ദേഹം K സുധാകരന് കത്തെഴുതി. വളരെ വിശദമായ കത്താണ്. അതനുസരിച്ച്
KPCC നേതൃത്വം അന്ന് നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ NM വിജയൻ മരണപ്പെടുകയില്ലായിരുന്നു. 10 വർഷം സുൽത്താൻ ബത്തേരിയിലെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയും അതിനു മുമ്പ് KSU പ്രവർത്തകനും മുല്ലപ്പള്ളിയുടെയും സുജനപാലിന്റെയും ഒക്കെ സഹപാഠിയുമായിരുന്ന NM വിജയന് കോൺഗ്രസിൽ വലിയ നേതൃപരമായ പങ്കാണ് വയനാട്ടിലുള്ളത്. 1992 മുതൽ 2005 വരെ സുൽത്താൻ ബത്തേരി മണ്ഡലം പ്രസിഡന്റാണ് അദ്ദേഹം. 2006 മുതൽ വയനാട് DCC സെക്രട്ടറി ആയിരുന്നു 2015 വരെ. 1998 മുതൽ 2000 വരെ അദ്ദേഹം ബത്തേരി പഞ്ചായത്ത് പ്രസിഡന്റാണ്. പിന്നീട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആകുന്നു. ഇങ്ങനെ വയനാട് ജില്ലയിലെ കോൺഗ്രസിലെ അതിശക്തനും വളരെ ജനപിന്തുണയുമുള്ള ഒരു നേതാവിനെ കൊലക്ക് കൊടുത്തതിന് ശേഷം അദ്ദേഹം എഴുതിയ കത്തിലെ ശരിതെറ്റുകളെ കുറിച്ച് പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്നതാണ് അദ്ദേഹം അതായത് CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത് തന്നെ ഇത് ആത്മഹത്യയല്ല, കോൺഗ്രസിന്റെ നേതാക്കൾ അദ്ദേഹത്തെ കൊല ചെയ്യുകയാണ് ചെയ്തത് എന്നുള്ളതാണ്. നേതാക്കൾ ആ വാദം ശരിയാണ്. കാരണം കോൺഗ്രസ് നേതൃത്വം അദ്ദേഹവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ എല്ലാവരും കൂടി വാങ്ങിയ പണം അവസാനം അദ്ദേഹം ഒറ്റക്ക് തിരിച്ചു കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാക്കി എന്നതാണ്. മാത്രമല്ല പണം ആരൊക്കെ പങ്കിട്ടു എന്നതും അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം കോടികളുടെ ഒരു സാമ്പത്തികമായ നീക്കിയിരിപ്പ് ഇദ്ദേഹത്തിന്റെ പക്കൽ കാണാൻ കഴിയുന്നില്ല. പരമ്പരാഗതമായി അദ്ദേഹത്തിന് കിട്ടിയ വീടും സ്ഥലവും ഒക്കെ ഈട് വെച്ച് എല്ലാവരും കൂടി വാങ്ങിയ പണം തിരിച്ചു നൽകേണ്ട ഗതികേടിലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ മകന് നൽകിയ ജോലി പോലും പണം കിട്ടുമ്പോൾ അവർക്ക് മറിച്ചു നൽകുന്ന അവസ്ഥയും നിലവിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെ NM വിജയനെ കൊലയ്ക്ക് കൊടുത്തവർ ഇപ്പോൾ അതിന് അന്വേഷണവും ബാധ്യത ഏറ്റെടുക്കലും ഒക്കെയായി രംഗത്ത് വരുമ്പോൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് എനിക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. കാരണം നേരത്തെ ചെയ്യേണ്ടതൊക്കെ വൈകി ചെയ്തുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം മരിച്ചതല്ല, കത്തിലെ വാചകങ്ങൾ ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നത് തന്നെ ശരിയല്ല. ആ കുടുംബത്തോടും ആ മരണത്തോടുമൊക്കെയുള്ള കോൺഗ്രസിന്റെ പരിഹാസമാണ് സമൂഹത്തിന് മുന്നിൽ തെളിയുന്നത്. അതാണ് ശ്രീ ഷംസാദ്. ഇവിടെ നോക്കൂ, വളരെ കൃത്യമായ പരാമർശങ്ങളുണ്ട്. സാമ്പത്തികമായ പ്രതിസന്ധിയുണ്ട്, നേതാക്കൾ വഞ്ചിച്ചു, ബാലകൃഷ്ണനും അപ്പച്ചനും പറഞ്ഞതനുസരിച്ചാണ് പണം വാങ്ങിയത്. അതായത് നിയമനക്കോഴയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അന്വേഷണ സംഘത്തിനൊക്കെ എത്രത്തോളം മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നറിയില്ല. കാരണം കോഴ നൽകുന്നതും വാങ്ങുന്നതും ശരിയല്ല. അപ്പോൾ കോഴ നൽകിയവരൊക്കെ അന്വേഷണ സംഘത്തോട് പോയി കൃത്യമായ വിവരങ്ങൾ പങ്കുവെക്കാനും സാധ്യതയില്ല. ഒരുപക്ഷെ അത്തരം സാധ്യതകളാകാം ഇപ്പോൾ കോൺഗ്രസ് മുന്നിൽ കാണുന്നത്. പക്ഷേ ഇതിനൊരു ധാർമ്മികതയും കൂടി ഉണ്ടല്ലോ ഷംസാദ് മരക്കാർ. ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു, പല വിഷയങ്ങളിലടക്കം CPM-നെയും ഇതര രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ ധാർമ്മികത കൊണ്ട് കടന്നാക്രമിക്കുന്ന ഒരു പാർട്ടി കൂടിയാണല്ലോ. ഇവിടെ ഈ നേരത്തെ KP റഹ്മത്തുള്ള സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം ഒരു സാധാരണ നേതാവല്ല. അവിടുത്തെ രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും ഒരു പരിധിവരെ സ്വീകാര്യനായിരുന്ന നേതാവ്, സമ്മതനായിരുന്ന നേതാവ്. അങ്ങനെ ഒരു നേതാവിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു എങ്കിൽ ആ പാർട്ടിയുടെ ദുർഗതിയെക്കുറിച്ചെങ്കിലും ബോധ്യപ്പെടേണ്ടേ? ജനങ്ങളോട് കൃത്യമായി വിഷയത്തെ അഭിസംബോധന ചെയ്യാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? നേതാക്കളോട് മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവിടെ KPCC അധ്യക്ഷനും VD സതീശനും ഒക്കെ ഇതെന്തോ നിസാര സംഭവം എന്ന മട്ടിൽ തള്ളിക്കളയുകയല്ലേ? പ്രതിപക്ഷ നേതാവ് ഇന്ന് കൃത്യമായി അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. പാർട്ടിക്ക് കിട്ടിയ പരാതിയിൽ പാർട്ടി അന്വേഷണം നടക്കും. അത് CPM നടത്തുന്നത് പോലെ പോലീസിലേക്കോ കോടതിയിലേക്കോ പോകാത്ത അന്വേഷണമല്ല. പോലീസിന്റെ അന്വേഷണം നടക്കട്ടെ, വിജിലൻസിന്റെ അന്വേഷണം നടക്കട്ടെ. ഇപ്പൊ വിജിലൻസിന്റെ അന്വേഷണത്തിൽ 3 കേസുകൾ എടുത്തിട്ടുണ്ട്. 3 കേസിൽ ചില ആളുകളെ പ്രതികളായി ചേർത്തിട്ടുണ്ട്. അതൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് ഈ ജില്ലയിൽ. അതിനെയൊന്നും ആരും എതിർത്ത് നിൽക്കുകയോ അതിനെയൊന്നും ന്യായീകരിക്കപ്പെടുകയോ അല്ല. പിന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ശ്രീ റഹ്മത്തുള്ള പറയുകയുണ്ടായി, KPCCക്ക് അയച്ച പരാതിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എന്നുള്ളത്. കോൺഗ്രസ് ഇവിടെ ഇതൊരു അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യുകയും 2 ആളുകളെ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒരാള് ഇന്ന് ആ കേസിൽ പ്രതിയാണ്, ശ്രീ KK ഗോപിനാഥൻ. ഒരാൾ അർബൻ ബാങ്കിന്റെ ചെയർമാൻ ആയിരുന്ന ശ്രീ സണ്ണിയാണ്, ഡോക്ടർ സണ്ണി.
ഞങ്ങൾ പുറത്താക്കിയ ഡോക്ടർ സണ്ണിയാണ് പിണറായി വിജയൻ ഗവൺമെന്റ് ആ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചപ്പോൾ അതിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആക്കി നിർത്തിയത് ഞങ്ങൾ പുറത്താക്കിയ സണ്ണിയാണ്. അതിനപ്പുറം നടന്ന അർബൻ ബാങ്ക് തിരഞ്ഞെടുപ്പിൽ CPM-ന്റെ പാനലിൽ മത്സരിച്ചതും ഈ ഡോക്ടർ സണ്ണിയാണ്. അതാണോ CPM-ന്റെ ഈ വിഷയത്തിലെ ധാർമ്മികത എന്ന് പറയുന്നത്? പിന്നെ ഫ്രാൻസിസ് പറയുകയുണ്ടായി ഒരു കാര്യത്തെ അടർത്തിയെടുത്തു എന്ന്. ഞാൻ ഒരു കാര്യത്തെ അടർത്തിയെടുത്തതല്ല, അതിനകത്ത് ഇനിയും അടർത്തിയെടുക്കാനുള്ള കാര്യമുണ്ട്. കാരണം വിജയേട്ടന്റെ മകന് ജോലി നഷ്ടപ്പെടാൻ കാരണം KP തോമസിന് ശ്രീ IC ബാലകൃഷ്ണൻ നൽകിയ കത്താണ് എന്നാണ് അതിലുള്ളത്. അത് ഞാൻ എഴുതിയതോ അല്ലെങ്കിൽ ഇല്ലാത്തതോ അല്ല, അത് രേഖയാണല്ലോ. പക്ഷെ വിജയേട്ടന്റെ മകന് ജോലി നഷ്ടപ്പെടുന്നത് എപ്പോഴാണെന്നറിയോ? ഈ ഡോക്ടർ സണ്ണിയെ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത സമയത്താണ് വിജയേട്ടന്റെ മകന് ജോലി നഷ്ടപ്പെടുന്നത്. അന്ന് 2ാം റാങ്കുകാരനായി വിജയേട്ടന്റെ മകനുണ്ട്. 1ാം റാങ്കുകാരന് ജോലി കിട്ടി. അടുത്ത ജോലി കിട്ടേണ്ടത് വിജയേട്ടന്റെ മകനാണ്. ആ റാങ്ക് ലിസ്റ്റ് ഡോക്ടർ സണ്ണി ക്യാൻസൽ ചെയ്യുന്നു. 7 ദിവസം കഴിഞ്ഞ് പുതിയ ഒരു റാങ്ക് ലിസ്റ്റും ഇന്റർവ്യൂ വിളിക്കാനും തയ്യാറാകുന്നു. ഈ സമയത്ത് ആ ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ് സണ്ണി. CPM ആണ് വെച്ചത്. CPM വെച്ച അഡ്മിനിസ്ട്രേറ്റർ വിജയേട്ടന്റെ മകന്റെ ജോലി കളഞ്ഞത് എങ്ങനെയാണ് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റായി വരുന്നത്? അതൊക്കെ സ്വാഭാവികമായും അത് ചർച്ച ചെയ്യപ്പെടട്ടെ. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ കത്തിലടക്കം വളരെ കൃത്യമായി നേതാക്കളുടെ പേരുകൾ ഉൾപ്പെടെ പരാമർശിച്ചുകൊണ്ട് കത്തെഴുതുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു? അല്ലെ, ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഇപ്പൊ 2 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ ഈ കത്തിലുള്ള. ഇനി ശ്രീ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപം എന്താണ്? അദ്ദേഹം UK പ്രേമൻ എന്ന് പറയുന്ന ഒരാൾ വഴി ഒരു 7 ലക്ഷം രൂപ വാങ്ങിയെന്നും അതിൽ 2 ലക്ഷം രൂപ തിരിച്ചു കൊടുത്തു. അതല്ലേ ആക്ഷേപം ഉള്ളത്? UK പ്രേമൻ വയനാട്ടിലുണ്ടല്ലോ. ഇതുവരെ ഒരു പോലീസിൽ പരാതിയോ നിങ്ങളുടെ എങ്ങനെ പരാതിപ്പെടാൻ സാധിക്കും? എങ്ങനെയാണ് പരാതിപ്പെടുക? അതാണല്ലോ ഞാൻ താങ്കളോട് നേരത്തെ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കുന്നത് ഞാൻ കോഴപ്പണം നൽകി എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് പരാതിപ്പെടാൻ സാധിക്കും. ഇപ്പൊ പത്രോസ് എന്ന് പറയുന്ന പത്രോസ് അല്ല ഫ്രാൻസിസ്, ഞാൻ പറയട്ടെ, ഞാൻ താങ്കൾ പറയുമ്പോൾ ഇടപെടുന്നില്ല. പത്രോസ് പരാതി കൊടുത്തല്ലോ, ഷാജി പരാതി കൊടുത്തല്ലോ, ഐസക് താമരച്ചാലിൽ പരാതി കൊടുത്തല്ലോ. ഈ ആളുകളൊക്കെ പരാതി കൊടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പരാതിക്കാരൻ ഉണ്ടാവണ്ടേ? ശരി, പോലീസ് അന്വേഷിക്കട്ടെ. ശരി, ഷംസാദ് ദയവായി ക്ഷമിക്കണം, കാരണം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഭാവഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു എന്നുള്ളതാണ്. അവിടെ ശ്രീ ഫ്രാൻസിസ്, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദയവായി എല്ലാ അതിഥികളോടും ക്ഷമ ചോദിക്കുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കയറേണ്ടത് കൊണ്ടാണ്. എന്തായാലും ഈ വിഷയത്തെ കൂടുതൽ പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു ഇടതുപക്ഷം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമപരമായ ഒരു വിഷയം അവിടെ നടക്കുമ്പോൾ തന്നെ ഏത് തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം? അതായത് ഇവിടെ പിന്നെ ഷംസാദ് പറഞ്ഞ ഒരൊറ്റ വിഷയം പറഞ്ഞെനിക്ക് കൂട്ടിച്ചേർക്കണം. അതായത് CPM അന്വേഷിക്കുന്ന പോലെ അല്ല എന്ന് ആദ്യം ഒന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ച പ്രാസത്തിന് ഷംസാദ് അങ്ങ് പറഞ്ഞു പോയതാണ്. രണ്ടാമത് വീണ്ടും പറഞ്ഞു. ഷംസാദിന് കൃത്യമായി അറിയണ്ടല്ലോ, ഷംസാദ് ജില്ലയുടെ കോൺഗ്രസിന്റെ നേതാവല്ലേ. ഈ വിഷയത്തിനകത്ത് 2 അന്വേഷണം നടന്നിട്ടുണ്ട് മുമ്പ്. ഒന്ന് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കളെ ഒരു കമ്മിറ്റി വെച്ച് അന്വേഷിച്ചു. 2 KPCC അന്വേഷണ കമ്മീഷനെ വെച്ച് ഒരു അന്വേഷണം നടത്തി. നിങ്ങൾ 2 പേരുടെ പേരിൽ നടപടിയെടുത്ത കാര്യം പറഞ്ഞല്ലോ. എന്നിട്ട് നിങ്ങൾ പോലീസിന് കൊടുക്കാത്തത്? അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് മാത്രം നടപടി എടുത്താൽ മതി എന്ന് ആലോചിച്ചത് എന്തേ? അതിനകത്ത് സാമ്പത്തിക കുറ്റകൃത്യം ബോധ്യപ്പെട്ടിട്ടും നിങ്ങൾ പോലീസിന് കൊടുക്കാതിരുന്നത്? ആ നടപടിക്കകത്ത് കൃത്യമായ അഭിപ്രായ വ്യത്യാസം ഞങ്ങൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. യഥാർത്ഥത്തിൽ വൻപൻ സ്രാവുകളെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടാണ് കോൺഗ്രസിനകത്ത് സ്വീകരിച്ചത്. ജില്ലയിലെ ബത്തേരി മണ്ഡലത്തിൽ മാത്രമല്ല, കൽപ്പറ്റ മണ്ഡലത്തിനകത്ത് ഉൾപ്പെടെയുള്ള പിന്നെ മടക്കിമല ബാങ്കിനകത്ത് ഉൾപ്പെടെ ഈ കോഴ നിയമനവുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടാകുമ്പോൾ തീർച്ചയായും ആ നടപടിയുടെ ഭാഗമായി ബത്തേരിയിലുള്ള നേതാക്കൾക്കെതിരെ മാത്രം നടപടി എടുത്തു പോയത് യഥാർത്ഥത്തിലുള്ള സ്രാവുകളെ സംരക്ഷിക്കാൻ ആവശ്യമാണ്. ഞാൻ ഇടപെടുകയാണ്. ഇന്നത്തെ അതിഥികൾ അവർ വലിയ തിരക്കുകൾ ഉണ്ടായിരുന്നവരാണ്. പക്ഷേ ഈ ചർച്ചയ്ക്ക് വേണ്ടി ആ തിരക്കുകൾ മാറ്റിവെച്ചാണ് അതിഥികളായി എത്തിയത്. പക്ഷേ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പ്രധാനപ്പെട്ട, മലയാളികളെ ഏറെ ദുഃഖിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത്. അത് ഭാവഗായകൻ P. ജയചന്ദ്രൻ അന്തരിച്ചു എന്നുള്ളതാണ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം.